വിൽപ്പനയിലെ വിശ്വാസങ്ങളും പരിഹാരങ്ങളും പുരാതന ജ്ഞാന ഗ്രന്ഥങ്ങളിൽ എപ്രകാരം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് സെയിൽസിലുള്ള കോമൺ ബിലീഫ് സിസ്റ്റം, അതിനുള്ള പരിഹാരങ്ങളും നമ്മുടെ ഏൻഷ്യൻ വിസ്ഡം ബുക്സിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. വിൽപ്പന പ്രക്രിയയിൽ ഒന്നാമത്തെ ഒരു കോമൺ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ളതാണ്. അതായത് ഒരു കസ്റ്റമർ എക്കാലത്തും ശരിയാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ, അദ്ദേഹം തുടർന്നു പോകുന്ന പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കസ്റ്റമർ ശരിയായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചാൽ പലപ്പോഴും ഒരു സെയിൽസ്മാൻ അദ്ദേഹത്തിൻ്റെ വാല്യൂ സിസ്റ്റംസും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസുമൊക്കെ കസ്റ്റമറുടെ മുമ്പിൽ അടിയറ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനൊരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാം. പരിഹാരം എന്ന് പറയുന്നത് ഏൻഷ്യൻ ഗ്രീസിൽ സൊഫ്രൈസിൻ എന്ന് പറയുന്ന ഒരു ടേമുണ്ട്. സൊഫ്രൈസിൻ എന്ന് പറയുന്നത് ബാലൻസ് എന്ന് പറയും. അതായത് കസ്റ്റമറുടെ ആവശ്യങ്ങളും നമ്മൾ സെയിൽസ്മാൻ്റെ മൂല്യങ്ങളും പ്രിൻസിപ്പിൾസും ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഇടപാടായിരിക്കണം നമ്മളും കസ്റ്റമറും തമ്മിൽ. അതായത് സൊഫ്രൈസിൻ എന്ന് പറയുന്നത് ബാലൻസ് എന്ന് പറയും. കസ്റ്റമർ മാത്രമാണ് ശരിയെന്നുള്ള വിശ്വാസത്തിന് പകരമായിട്ട് കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സെയിൽസ്മാൻ എന്ന നിലയിൽ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിനെ നമ്മൾ പിന്തുടരുകയും നമ്മുടെ പ്രിൻസിപ്പിൾസും നമ്മളത് കീപ്പ് ചെയ്യുകയും ഈ കസ്റ്റമറുടെ ആവശ്യങ്ങളും നമ്മുടെ വാല്യൂസും തമ്മിൽ ചേർന്ന് പോകണം. അപ്പോൾ ഇത് തമ്മിലൊരു ബാലൻസ് ആണ് യഥാർത്ഥത്തിൽ ഒരു സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഏൻഷ്യൻ ഗ്രീസിൽ ഉപയോഗിച്ചിട്ടുള്ള ബാലൻസ് എന്ന് പറയുന്ന സൊഫ്രാസിൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമറുമായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ, കസ്റ്റമറുടെ ആവശ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കസ്റ്റമറുടെ ആവശ്യങ്ങളും നമ്മുടെ മൂല്യങ്ങളുടെ ഒത്തുചേരുന്ന ഒരു പ്രക്രിയയിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയും. ആ ബാലൻസ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റുവാനും നമ്മളുടെ മൂല്യങ്ങൾ നമുക്ക് തുടർന്നു പോകുവാനായിട്ടും കഴിയും. അപ്പോൾ ഇത് തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. ഏൻഷ്യൻ ഗ്രീസ് ഫോളോ ചെയ്യുന്ന ആ വിസ്ഡം കോൺസെപ്റ്റ് ആയിട്ടുള്ള സൊഫ്രൈസിൻ ഫോളോ ചെയ്യുക, ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളോടൊപ്പം തന്നെ ഒരു സെയിൽസ്മാൻ്റെ വാല്യൂ സിസ്റ്റം കൂടെ ചേർന്ന് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സെയിൽസ് അല്ലെങ്കിൽ വിൽപ്പന നടക്കുന്നത്. അപ്പം കസ്റ്റമറുടെ ആവശ്യങ്ങളും നമ്മുടെ വാല്യൂ സിസ്റ്റം കൂടെ ഒത്തുചേർന്ന് പോകുന്ന സൊഫ്രാസിൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ നമ്മൾ മുറുകെ പിടിക്കുക. സെയിൽസിലൊരു രണ്ടാമത്തെ ഒരു കോമൺ ബിലീഫ് എന്ന് പറയുന്നത് സെയിൽസ് ഈസ് എ നമ്പർ ഗെയിം എന്നുള്ളതാണ്. അതായത് വിൽപ്പന എന്ന് പറയുന്നത് ഒരു നമ്പർ ഗെയിമാണ്. അതായത് നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ക്വാളിറ്റിയിലല്ല എന്നുള്ളൊരു ബിലീഫ് സിസ്റ്റമുണ്ട്. അപ്പോൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഏൻഷ്യൻ ചൈനയിൽ വാവി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എഫേർട്ട്ലെസ് ആക്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ക്വാളിറ്റിയിലാണ്, ക്വാണ്ടിറ്റിയിലല്ല. അതാണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അർത്ഥം. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹം വി എന്ന് പറയുന്ന എഫേർട്ട്ലെസ് ആക്ഷൻ, അതായത് നമ്മൾ ലെറ്റ് ഗോ, അതായത് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ഈ ക്വാണ്ടിറ്റിയിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ കസ്റ്റമറുമായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ സെയിൽസ് പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്ട്സുകൾ നമ്മൾ പുഷ് ചെയ്യുന്നൊരു പ്രക്രിയയിലോട്ട് മാത്രമായി പോകും. അപ്പം ക്വാണ്ടിറ്റിക്ക് പകരമായിട്ട് ക്വാളിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആ കസ്റ്റമറുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് കഴിയും. അപ്പം സെയിൽസ് എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ ഗെയിം അല്ല, അത് കുറേ പ്രോഡക്ട്സ് പുഷ് ചെയ്യുന്നൊരു ഗെയിം അല്ല. അതിനപ്പുറത്തോട്ട് നമ്മളും ആ കസ്റ്റമറുമായിട്ടുള്ളൊരു ദീർഘകാല ബന്ധം, ആ കസ്റ്റമർ നമ്മുടെ വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. കസ്റ്റമർ എന്ന് പറയുന്ന ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു വ്യക്തിയാണ്. അപ്പം റിലേഷൻഷിപ്പ് നമ്മൾ ഫോക്കസ് ചെയ്യുക, ആ പറയുന്ന കസ്റ്റമറുമായിട്ടുള്ള ആ ഇൻട്രാക്ഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുക, അതൊരു എഫേർട്ട്ലെസ് ആക്ഷൻ ആക്കി മാറ്റുക. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റിയിലല്ല, അത് ക്വാളിറ്റിയിലായി മാറും. അപ്പം ചൈനീസ് കോൺസെപ്റ്റായിട്ടുള്ള വി എന്ന് പറയുന്ന ആ എഫേർട്ട്ലെസ് ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ഒരു സെയിൽസ്മാൻ അതിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്, അത് ഒരിക്കലും ഒരു ക്വാണ്ടിറ്റി ഗെയിം അല്ല. വിൽപ്പനയിലുള്ള മൂന്നാമത്തെ ഒരു കോമൺ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് യു ഹാവ് ടു ബി അഗ്രസീവ് ടു സക്സീഡ് ഇൻ സെയിൽസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു സെയിൽസ് പ്രക്രിയയിൽ നമ്മളൊരു അഗ്രസീവ് മൈൻഡ് സെറ്റോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ വിൽപ്പന നടക്കുകയുള്ളൂ. അല്ലെ, അതാണ് ശരിയെന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ അഗ്രസീവായിട്ടുള്ളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ പലപ്പോഴും
നമ്മൾക്ക് തന്നെ ദോഷം ഉണ്ടാക്കാം, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പിലും അത് ദോഷം ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്നത് ഏൻഷ്യൻ ഗ്രീസിൽ അറാത്തെ എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് എക്സലൻസ് എന്ന് പറയും. അറാത്തെ എന്ന് പറഞ്ഞാൽ എക്സലൻസ്. അതായത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹം കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത് സ്ട്രോങ് റിലേഷൻഷിപ്പിലാണ്. അതായത് മികച്ച ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലായിരിക്കണം. അതോടൊപ്പം തന്നെ മൂല്യങ്ങൾ അല്ലെ വാല്യൂ കൊടുക്കുന്നതിലായിരിക്കണം. നമ്മളൊരു അഗ്രസീവ് സെയിൽസ്മാൻ ആയാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കസ്റ്റമറുമായിട്ടുള്ളൊരു നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് മൂല്യങ്ങൾ കൊടുക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മളെപ്പോഴും ഈ പറയുന്ന പ്രോഡക്റ്റിൽ മാത്രമായിരിക്കാം നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ആ കസ്റ്റമറെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ തന്നെ എനർജിക്ക് അത് ദോഷമാകും. അതോടൊപ്പം തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചെടുക്കേണ്ട കസ്റ്റമർ സെയിൽസ്മാൻ റിലേഷൻഷിപ്പിന് കോട്ടം വരും. അപ്പോൾ അതുകൊണ്ട് അറാത്തെ എന്ന് പറയുന്ന ആ ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫി ആയിട്ടുള്ള എക്സലൻസിൽ, അപ്പം നമ്മളും ആ കസ്റ്റമറും തമ്മിലുള്ള ആ ബന്ധം ഒരു എക്സലൻ്റ് ബന്ധമാവണം, ആ സ്ട്രോങ് റിലേഷൻഷിപ്പ് ആവണം, അവർക്ക് നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ മൂല്യങ്ങളാവണം. അപ്പം ഫോക്കസ് ചെയ്യേണ്ടത് എക്സലൻസിലാണ്, അറാത്തയിലാണ്. അതല്ലാതെ അഗ്രസീവായിട്ട് കൂടുതൽ പ്രോഡക്ട്സ് പുഷ് ചെയ്യുന്നതിലായിരിക്കരുത്. അപ്പോൾ എന്താ ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ടത്? കൂടുതലായിട്ടും ആ വ്യക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ കൂടുതൽ പ്രാവീണ്യം നേടുക. അപ്പം ഏൻഷ്യൻ ഗ്രീസിലെ ഒരു പ്രിൻസിപ്പിളായിട്ടുള്ള അറാത്തെ അല്ലെങ്കിൽ എക്സലൻസ് ഫോളോ ചെയ്യുക, നമുക്ക് മികച്ച സെയിൽസ്മാൻ ആകുവാനായിട്ട് കഴിയും. വിൽപ്പനയിലുള്ള ഒരു നാലാമത്തെ കോമൺ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പീപ്പിൾ നീഡ് ടു ബി എക്സ്ട്രോവേർട്ടഡ്. അതായത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു എക്സ്ട്രോവേർട്ട് ആയെങ്കിൽ മാത്രമേ കൂടുതൽ സെയിൽസ് നടക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന കാറ്റഗറിയെക്കുറിച്ച് നമുക്കറിയാം. അപ്പം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് സെയിൽസ് നടത്താൻ കഴിയില്ല എന്നുള്ള ചിന്തയിലോട്ട് നമ്മൾ എത്തും. അതൊരിക്കലും ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏൻഷ്യൻ ചൈനയിൽ ഒരു ചൈനീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇൻ യാങ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, അതായത് ബാലൻസ് എന്ന് പറയും. അതായത് ഏതു വ്യക്തിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ആ ബെസ്റ്റ് ക്വാളിറ്റി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ അത് ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും അവരുടെ സ്ട്രെങ്ത് കണ്ടെത്തുക. ഈ രണ്ട് ആളുകളിലും സ്ട്രെങ്ത് ഉണ്ട്. അതൊരിക്കലും ഒരു എക്സ്ട്രോവേർട്ടിൽ മാത്രം സ്ട്രെങ്ത് ഉണ്ടാവണമെന്നില്ല. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആയാലും ഒരു എക്സ്ട്രോവേർട്ട് ക്യാരക്ടർ ആയാലും അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും മികച്ചത് നമുക്ക് എന്ത് കണ്ടെത്താം എന്നുള്ളതാണ് ആ ബിസിനസ് ഓണർ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളിലും നമുക്ക് എന്ത് ലെവറേജ് ചെയ്യാൻ കഴിയും, അവരിലെ ഏറ്റവും മികച്ചത് എന്ത് കണ്ടെത്തുവാൻ കഴിയും. അപ്പം യിങ് യാങ് എന്ന് പറയുന്ന ആ ബാലൻസ് കോൺസെപ്റ്റ് ഏഷ്യൻ ചൈനയിൽ ഫോളോ ചെയ്യുന്ന യിങ് യാങ് എന്ന് പറയുന്ന ആ ഒരു ബാലൻസ് കോൺസെപ്റ്റ് ഫോളോ ചെയ്താൽ നമ്മളുടെ സെയിൽസ് ടീം എന്ന് പറയുന്നത് ഇൻട്രോവേർട്ടുകളും എക്സ്ട്രോവേർട്ടുകളും കൂടി ഉള്ളതാവണം. കാരണം എക്സ്ട്രോവേർട്ടുകളെ സംബന്ധിച്ച് അത് കൂടുതലായിട്ടും പ്രോഡക്റ്റുകൾ പുഷ് ചെയ്യാനായിട്ടുള്ളൊരു പരിശ്രമം നടത്താം, അല്ലെങ്കിൽ അവർ കൂടുതൽ കോൺവെർസേഷനിലോട്ട് പോകാം. കാരണം ഒരു കസ്റ്റമറുമായിട്ടുള്ള സംസാരത്തിൽ അവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ എല്ലാ കാലത്തും അല്ലെ എല്ലാ സമയങ്ങളിലും ഓവറായിട്ട് സംസാരിക്കണം അല്ലെ കോൺവെർസേഷൻ ഒരുപാട് പ്രാധാന്യം എന്നുള്ളതില്ല. വി ഹാവ് ടു പോസ്, വി ഹാവ് ടു പുട്ട് എ സ്റ്റോപ്പ്, വി ഹാവ് ടു സേ നോ, വി ഹാവ് ടു സേ യെസ്. അപ്പം ഈ തിങ്കിങ് കപ്പാസിറ്റി ഉള്ള വ്യക്തികളെ വളർത്തിയെടുക്കുക. അപ്പം ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും യിങ് യാങ് അല്ലെങ്കിൽ ബാലൻസിങ് ടീം ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അതല്ലാതെ എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് മാത്രം സെയിൽസ് നടത്താമെന്നുള്ള മിഥ്യാധാരണ മാറ്റിയെടുക്കുക. ഇറ്റ് ക്യാൻ ബി ഏതർ എക്സ്ട്രോവേർട്ട് ഓർ ഇൻട്രോവേർട്ട്. അവരെ സംബന്ധിച്ച് അവരുടെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിനോ ക്ലയൻറ്റിനോ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റും കൊണ്ട് അർത്ഥമാക്കുന്നത്. വിൽപ്പനയിലെ ഒരു അഞ്ചാമത്തെ കോമൺ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗോൾ ഓഫ് സെയിൽസ് ഈസ് ടു ക്ലോസ് ദ ഡീൽ. അപ്പം ഇത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം, ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ആ സെയിൽസ് ക്ലോസ് ചെയ്യുക, ഒരു ഷോർട്ട് ടേം ഗെയിനിന് വേണ്ടി ആ സെയിൽസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ദൗത്യം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് ഏൻഷ്യൻ ഇന്ത്യയിൽ ധർമ്മ എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിളുണ്ട്. ധർമ്മ അല്ലെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച്, ഒരു സെയിൽസ് പ്രൊഫഷണലെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കസ്റ്റമറെ സേവിക്കുക എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറത്തോട്ട് ഒരു കസ്റ്റമറുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പറയുന്ന സെയിൽസ്മാൻ എന്തിനായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്? ട്രസ്റ്റ് ബിൽഡിങ്ങിലായിരിക്കണം, വാല്യൂ കൊടുക്കുന്നതിലായിരിക്കണം, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിലായിരിക്കണം. ക്ലോസിങ്ങിനപ്പുറത്തോട്ട് ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും സ്വന്തം
താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പെയിൻ പോയിന്റുകൾ, അദ്ദേഹത്തിൻ്റെ നീഡ്സുകൾ, ആ പ്രോഡക്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്ന വാല്യൂസ്, അദ്ദേഹത്തിന് ആ പ്രോഡക്റ്റ് കൊടുക്കുന്ന ബെനിഫിറ്റ്സ്, ധർമ്മ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിൻ്റെ അർത്ഥം തന്നെ ഒരു വ്യക്തിയുടെ ധർമ്മം എന്ന് പറയുന്നത് അത് പ്രോസസ്സിലാണ്, ഫലത്തിലല്ല. ഫലം നമുക്കുള്ളതല്ല. അപ്പോൾ ആ ധർമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫലം നമ്മൾക്കുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. റിസൾട്ട് വിൽ ബി ഓഫ് കോഴ്സ് പോസിറ്റീവ്. നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് നമ്മുടെ ധർമ്മത്തിലാണ്, ഡ്യൂട്ടിയിലാണ്, അതൊരിക്കലും ഫലത്തിലാവരുത്. അപ്പം കസ്റ്റമറുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തോട്ട് കസ്റ്റമറാണ് നമുക്ക് വരുന്നത്. കസ്റ്റമർ ഈസ് ദ കിങ്. അപ്പം നമ്മൾ ഓവറായിട്ട് ക്ലോസിങ് കോൺസെപ്റ്റിലോട്ട് പോകാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന സെയിൽസിലെ ക്ലോസിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് അധികം പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ആ പ്രോസസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളായിട്ടുള്ള ധർമ്മ അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഇവിടെ വളരെയധികം പ്രാധാന്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അവരുടെ നീഡ്സിന് പ്രാധാന്യം കൊടുക്കുക, അവരുടെ വാണ്ട്സിന് പ്രാധാന്യം കൊടുക്കുക. നമുക്കതിൽ നിന്ന് എന്ത് ഫലം കിട്ടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. നമ്മുടെ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം? കസ്റ്റമർക്ക് എപ്രകാരം മൂല്യം കൊടുക്കാം എന്നുള്ളതിലായിരിക്കണം. വിൽപ്പനയിലെ ഒരു 6ാമത്തെ കോമൺ ബിലീഫ് എന്ന് പറയുന്നത് സെയിൽസ് ഈസ് അബൌട്ട് കൺവിൻസിങ് പീപ്പിൾ ടു ബൈ. അതായത് വിൽപ്പന എന്ന് പറയുന്നത് ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നമ്മൾ പലപ്പോഴും മാനിപ്പുലേഷനിലേക്ക് പോകും. അതായത് എന്തു വിധേനയും കസ്റ്റമറെ കൊണ്ട് നമ്മുടെ പ്രോഡക്ട്സോ നമ്മുടെ സർവീസോ വാങ്ങിക്കുവാനായിട്ട് നമ്മൾ ഡാർക്ക് സൈക്കോളജി ഉൾപ്പെടെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഈ മാനിപ്പുലേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കസ്റ്റമറെ എങ്ങനെ ഡീല് ചെയ്യാമെന്ന് ഏൻഷ്യൻ ഗ്രീസിൽ പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട്. അതായത് പർഹേസിയ എന്ന് പറയും. പർഹേസിയ അല്ലെങ്കിൽ ഫ്രീ സ്പീച്ച് എന്ന് പറയും. അതായത് നമ്മളൊരു കസ്റ്റമറുമായിട്ടൊരു എക്സ്ചേഞ്ച് പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സംസാരം, നമ്മുടെ എക്സ്ചേഞ്ച് പ്രക്രിയ വളരെ ട്രൂത്ത്ഫുൾ ആയിരിക്കണം, വളരെ ഒതൻറ്റിക് ആയിരിക്കണം, വളരെ മീനിങ് ഫുൾ ആയിരിക്കണം. നമ്മൾ ഒരിക്കലും മാനിപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്ട്സോ നമ്മളുടെ സർവീസോ ആ കസ്റ്റമറിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു താല്പര്യത്തിനോ അപ്പുറത്തോട്ട്, അല്ലെങ്കിൽ അമിതമായിട്ട് ആ പ്രോഡക്റ്റോ സർവീസോ പുഷ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ കൃത്യമായിട്ട് സത്യസന്ധതയോടുകൂടി ഒതൻറ്റിക്കായിട്ട് നമുക്ക് ആ പ്രോഡക്റ്റിനെയോ സർവീസിനെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം നമ്മൾ കൺവിൻസ് ചെയ്യിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചായിരിക്കണം, ആ പ്രോഡക്റ്റിനെ കുറിച്ചായിരിക്കണം, പ്രോഡക്റ്റ് അവർക്കുണ്ടാക്കുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചായിരിക്കണം, അല്ല അവർക്കുണ്ടാക്കുന്ന ഹാപ്പിനെസ്സിനെ കുറിച്ചായിരിക്കണം. എന്നതിനപ്പുറത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതിലായിരിക്കരുത്. അപ്പോൾ ഏൻഷ്യൻ ഗ്രീസിൽ ഫോളോ ചെയ്തൊരു പ്രിൻസിപ്പിളായിട്ടുള്ള പർഹേസി അല്ലെങ്കിൽ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ സത്യസന്ധരായിരിക്കണം, ഒതൻറ്റിക് ആയിരിക്കണം. ഒരിക്കലും മാനിപ്പുലേറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഡക്റ്റോ സർവീസോ കസ്റ്റമറെയോ ക്ലയൻറ്റെയോ കൊണ്ടോ വാങ്ങിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപാടും ഉണ്ടാവരുത്. അപ്പോൾ എന്താ ഫോക്കസ് ചെയ്യേണ്ടത്? പർഹേസി അല്ലെങ്കിൽ ഫ്രീ സ്പീച്ചാണ്. അതായത് ഒതൻറ്റിക്കായിട്ട് സംസാരിക്കുക, ട്രൂത്ത്ഫുള്ളായിട്ട് സംസാരിക്കുക, കസ്റ്റമറും നമ്മളും തമ്മിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. വിൽപ്പനയിലെ ഒരു 7ാമത്തെ ഒരു കോമൺ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ സെയിൽസ് ഈസ് ദ പ്രോഡക്റ്റ്. അതായത് ഒരു വിൽപ്പനയിലെ മർമ്മപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എന്നാൽ ഇതുണ്ടാക്കുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പ്രോഡക്റ്റുകൾ ആൾക്കാരിലേക്ക് പുഷ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കും. ഇതുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കസ്റ്റമറുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് പകരമായിട്ട് പ്രോഡക്റ്റാണ് പ്രാധാന്യം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോകും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യേണ്ടത്? ഈ പറയുന്ന ഈ സെയിൽസിലെ പ്രോഡക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തു എന്നതിന് കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിൽ തന്നെ ഭാവന അല്ലെങ്കിൽ വളർത്തുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ബന്ധങ്ങൾ വളർത്തുക, കസ്റ്റമറുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, കസ്റ്റമറുടെ നീഡ്സും വാണ്ട്സും പെയിൻ പോയിൻറ്സും നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അപ്പം പ്രോഡക്റ്റ് പുഷ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്തിന് പ്രാധാന്യം കൊടുക്കാം? കസ്റ്റമറുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാധാന്യം കൊടുക്കാം. അപ്പം നമ്മൾ കൂടുതലായിട്ടും കസ്റ്റമറുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുന്നതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ആ കസ്റ്റമർ ഒരു ദീർഘകാല കസ്റ്റമറായി മാറും. അദ്ദേഹം നമുക്ക് ഒരുപാട് റെഫറലുകൾ തരും. അപ്പം ആ കസ്റ്റമറെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം തന്നെ ആ കസ്റ്റമറുടെ കുടുംബത്തെയും നമുക്ക് ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിയും. അപ്പം
നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പനയിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തു ഒന്നുമല്ല. ആ പ്രോഡക്റ്റിനെക്കാട്ടിൽ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുവാൻ വരുന്ന കസ്റ്റമറാണ് നമുക്ക് പ്രാധാന്യം. ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുക, കസ്റ്റമറുടെ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുക്കുക. അപ്പം പ്രാധാന്യം കൊടുക്കേണ്ടത് കസ്റ്റമർ റിലേഷൻഷിപ്പിലാണ്, കസ്റ്റമറുടെ നീഡിലാണ്, അതല്ലാതെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിൽ മാത്രമാവരുത്. വിൽപ്പനയിൽ എട്ടാമത്തെ ഒരു കോമൺ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പീപ്പിൾ നീഡ് ടു ബി പുഷി. അതായത് ഒരു വിൽപ്പന എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്ട്സ് മാത്രം പുഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെയിൽസ്മാൻ ആവുക എന്നുള്ളതല്ല. അതായത് ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റോ സർവീസോ പുഷ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതല്ല. പ്രോഡക്ട്സ് പുഷ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു സെയിൽസ്മാൻ മാറിയാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങളിൽ അത് വിള്ളലുകൾ ഉണ്ടാക്കും. അപ്പോൾ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് ഉത്തരം എന്ന് പറയുന്നത് ഏൻഷ്യൻ ചൈനയിൽ തന്നെ ഒരു പ്രിൻസിപ്പിളുണ്ട്, സോഫ്റ്റ് പവർ എന്ന് പറയും. അതായത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ട്രസ്റ്റ് ബിൽഡിങ്ങിലാവണം. അതായത് ഒരു കസ്റ്റമറുമായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ കസ്റ്റമറുമായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു, അവർക്ക് നമ്മളെ പ്രോഡക്ട്സ് സർവീസിലൂടെ നമുക്ക് വാല്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെയും മൂല്യങ്ങൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെയും ആ കസ്റ്റമറുമായിട്ട് നമുക്കൊരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. അപ്പം പ്രോഡക്ട്സ് പുഷ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന അല്ലെ പ്രോഡക്ട്സ് ആളുകളിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ അപ്പുറത്തോട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോൾ കസ്റ്റമർ നമ്മൾക്ക് ഒരു എവർഗ്രീൻ കസ്റ്റമർ ആവും, ഒരു ലൈഫ് ടൈം കസ്റ്റമർ ആവും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിലുള്ള മുഴുവൻ ആളുകളെയും നമ്മളുടെ ആ പറയുന്ന ബ്രാൻഡോ നമ്മുടെ ആ പറയുന്ന ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുവരും. അപ്പം ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർ ആവശ്യപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും പ്രോഡക്ട്സോ സർവീസോ പുഷ് ചെയ്യുന്ന ഒരു സെയിൽസ്മാനെ അല്ല. അവരാഗ്രഹിക്കുന്നത് അവരോട് ദീർഘകാലം ബന്ധം സ്ഥാപിക്കുന്ന, അവരുടെ വാല്യൂ സിസ്റ്റങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന, കോൺവെർസേഷൻ പുലർത്തുന്ന ഒരു സെയിൽസ്മാനെ. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ പറയുന്ന സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക. ഏൻഷ്യൻ ചൈനയിൽ ഉത്ഭവിച്ചിട്ടുള്ള സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ഓൾസോ ഗിവിങ് ഔട്ട് ദ മോസ്റ്റ് വാല്യൂ ടു ദ കസ്റ്റമർ എന്നുള്ളത്. അപ്പോൾ കസ്റ്റമർക്ക് എന്താ കൊടുക്കേണ്ടത്? ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, വാല്യൂ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് എന്ത് തരും? ഒരു ദീർഘകാല കസ്റ്റമറായിട്ടും അവരുടെ നെറ്റ്വർക്കും നമ്മളിലേക്ക് തരും. വിൽപ്പനയിലുള്ള ഒൻപതാമത്തെ ഒരു കോമൺ ബിലീഫ് എന്ന് പറയുന്നത് ദ ഗോൾ ഓഫ് സെയിൽസ് ഈസ് ടു മേക്ക് സെയിൽസ് എന്നുള്ളതാണ്. അതായത് സെയിൽസിൻ്റെ ഗോള് എന്ന് പറയുന്നത് ഒരു സെയിൽസ് നടത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം ഗെയിൻസിലേക്ക് പോകും. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് ഒരു സെയിൽസ് നടത്തുക, ഒരു പ്രോഡക്റ്റോ സർവീസോ നടത്തുക എന്ന് പറയുന്ന ആ ഷോർട്ട് ടേം ആവശ്യമാണെന്ന് വിചാരിച്ചാൽ നമ്മൾ പലപ്പോഴും അതിലേക്ക് മാത്രമായിട്ട് പോകും. ഷോർട്ട് ടേം ഗെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകാതിരിക്കുവാനായിട്ട് ഏൻഷ്യൻ ഗ്രീസിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, യുഡോമോണിയ എന്ന് പറയും. എന്താണ് യുഡോമോണിയ എന്ന് പറയുന്നത്? ഹാപ്പിനെസ് എന്ന് പറയും. അതായത് യുഡോമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയും. അപ്പം നമ്മളുടെ കസ്റ്റമറുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് അല്ല, അവരുടെ ഹാപ്പിനെസ് ആണ്. നമ്മളുടെ ആ പറയുന്ന ട്രാൻസാക്ഷനിൽ, നമ്മുടെ ആ കോൺവെർസേഷനിൽ, നമ്മുടെ ആ എക്സ്ചേഞ്ചിൽ പ്രോഡക്റ്റിന് പകരമായിട്ട് നമ്മൾ ഹാപ്പിനെസ് എക്സ്ചേഞ്ച് ചെയ്യുക. ആ കസ്റ്റമറുമായിട്ട് നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ, ആ നമ്മളൊരു കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന സന്തോഷം, അവർ നമുക്ക് തിരിച്ചു തരുന്ന സന്തോഷം, നമ്മുടെ കോൺവെർസേഷനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, അതിലൊരു അലൈൻമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ്സാണ് യഥാർത്ഥത്തിൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം സെയിൽസ് എന്ന് പറയുന്ന പ്രക്രിയയിൽ, അല്ലെങ്കിൽ വിൽപ്പന എന്ന് പറയുന്ന പ്രക്രിയയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് പ്രോഡക്റ്റോ നമ്മുടെ സർവീസോ വിൽക്കുക അല്ലെങ്കിൽ അത് കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റിന് അപ്പുറത്തോട്ട് അവർക്ക് സന്തോഷം കൊടുക്കുക. അതാണ് ആ ഏൻഷ്യൻ ഗ്രീസിലെ യുഡോമോണിയ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രിയേറ്റ് ഹാപ്പിനെസ്, സന്തോഷം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സന്തോഷകരമായിട്ടുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് തീർച്ചയായിട്ടും കൂടുതൽ കസ്റ്റമേഴ്സ് വരും, കൂടുതൽ റെഫറൻസ് വരും, നെറ്റ്വർക്കുകൾ വരും. അപ്പം ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെയിൽസ്മാന് മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ, ആ വ്യക്തിക്ക് മാത്രമേ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ആ ഗ്രോത്ത് എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്താണ്.
ആ ബ്രാൻഡിൻ്റെ ഗ്രോത്താണ്. അപ്പം ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെയിൽസ്മാനായി മാറുക. യുഡോമോണിയ എന്ന് പറയുന്ന ഏൻഷ്യൻറ്റ് ഗ്രീസിലെ കോൺസെപ്റ്റല്ല, ഹാപ്പിനെസ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക, നമ്മളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അവർ ലോകത്തിനത് ഷെയർ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു മികച്ച സെയിൽസ്മാനായി മാറുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോൾ വിൽപ്പനയിലെ വിശ്വാസങ്ങളും പരിഹാരങ്ങളും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ പുരാതന ഏൻഷ്യൻ്റ് വിസ്ഡം ടെക്സ്റ്റുകളിൽ, വിസ്ഡം കോൺസെപ്റ്റുകളിൽ എപ്രകാരം അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്കറിയാം സെയിൽസിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ വിധത്തിലുള്ള കോമൺ ബിലീഫിനും പരിഹാര മാർഗ്ഗങ്ങൾ നമ്മുടെ പുരാതന ജ്ഞാന ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി.